ഭാരതത്തിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ എല്ലാം ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയും കൈകാര്യം ചെയ്യുന്നത് ഒരു തുർക്കി കമ്പനിയാണ്. കമ്പനിയുടെ പേര് സെലബി. ഭാരതത്തിന് എതിരെയുള്ള സൈനിക ഇടപെടലിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയിലെ ഒരു സ്ഥാപനം തന്ത്രപ്രധാനമായ ചുമതലയിൽ തുടരുന്നത് ദേശസുരക്ഷയെ ഹാനികരമായി ബാധിക്കുമെന്നതിനാൽ സെലബിയുമായുള്ള കരാർ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും 10 ദിവസത്തിനകം സെലബിയെ മാറ്റണമെന്ന് ശിവസേന അന്ത്യശാസനം നൽകി. ജനം ബിഗ് ബ്രേക്കിംഗ്. ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ചെന്നൈ, ഗോവ എന്നിവിടങ്ങളിലെയും കേരളത്തിലെ കൊച്ചി, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗും അനുബന്ധ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നത് തുർക്കി കമ്പനിയായ സെലബിയാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സെലബിയുടെ കൈകളിലെത്തുന്നത്. ഭാരതത്തിൽ 7800 ജീവനക്കാരുള്ള ഈ സ്ഥാപനം മൊത്തം 58,000 ഫ്ലൈറ്റുകളും 5,40,000 ടൺ കാർഗോയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഭാരതത്തിൽ സ്ഥാപനത്തിന്റെ ഓഫീസ് രജിസ്റ്റർ ചെയ്ത ശേഷം പടിപടിയായുള്ള വികസനമാണ് സെലബിക്കുണ്ടായത്. ഭാരതത്തിനെതിരെയുള്ള സൈനിക നടപടിയിൽ പാകിസ്ഥാന് തുർക്കി പ്രത്യക്ഷ സഹായവുമായി രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ചുമതലയിൽ ഒരു തുർക്കി സ്ഥാപനം തുടരുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഭാരതത്തിനകത്തെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള വിവരങ്ങൾ ശത്രുരാജ്യത്തിന് ചോർത്തിക്കൊടുക്കാൻ സെലബിയുടെ സാന്നിധ്യം ഉപകരിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ തുർക്കി സ്വീകരിച്ച നിലപാട് നമ്മുടെ രാജ്യത്തിനെതിരായതിനാൽ സെലബിയുമായുള്ള കരാർ ഉടൻ റദ്ദാക്കണമെന്നാണ് ആവശ്യം. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും തുർക്കി കമ്പനിയായ സെലബിയെ 10 ദിവസത്തിനകം പുറത്താക്കിയില്ലെങ്കിൽ 10,000ങ്ങളെ അണിനിരത്തിയുള്ള പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ശിവസേന അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. അതിനിടെ തുർക്കിയുടെ ഭാരതവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് തുർക്കി സ്ഥാപനങ്ങളുമായുള്ള നാവിക പദ്ധതികളുടെ കരാറുകൾ റദ്ദാക്കി. ഗോവ വില്ലാസ് തുർക്കി പൗരന്മാർക്ക് താമസ സൗകര്യം നൽകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്ഷിഗോ, ചൈന, തുർക്കി, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനയാത്രാ ഹോട്ടൽ ബുക്കിംഗുകൾ പൂർണ്ണമായും നിർത്തലാക്കി. പിക്യുവർ ട്രെയിലും തുർക്കി, അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കുള്ള ബുക്കിംഗുകൾ നിർത്തിവെച്ചു. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം.